കള്ളിനെ വിൽക്കുന്നവന്, കള്ള് കച്ചവടം നടത്തുന്നവന്, 5 വഖത്ത് പ്രിയപ്പെട്ടവരെ നമസ്കരിക്കുന്നവനാണ്. ഗൾഫിൽ കള്ള് കച്ചവടമാ, ഗൾഫിൽ അവിടെ നിന്ന് കള്ള് കച്ചവടമാ. പള്ളിയെ സഹായിക്കുന്നവനാ, ഉസ്താദന്മാരെ സഹായിക്കുന്നവനാ, സമുദായത്തിനെ സഹായിക്കാൻ കടന്നു വരുന്നവരാ. അവന്റെ ജോലി എന്തെന്ന് ചോദിക്കുമ്പോ വല്ലാഹി വല്ലാഹി അവൻ അവിടെ നിന്ന് മുഖം പൊത്തുകയാണ്. കാരണം എന്താണ്? കള്ളവന് കുടിക്കൂല, പക്ഷേ കച്ചവടം നടത്തും. പറ്റൂല മോനെ. ആ പൈസ ഒരു ഉസ്താദിനും ഹലാലാവൂല. ആ പൈസ ഒരു പള്ളിയും വാങ്ങിക്കാൻ നിൽക്കണ്ട, ആ പൈസ ഒരു മദ്രസയും വാങ്ങിക്കാൻ നിൽക്കണ്ട. അവന് കള്ള് കച്ചവടമാണോ? അവന് കള്ള് കുടിച്ചില്ലെങ്കിൽ തന്നെ ആ പൈസ കൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ അല്ലാഹു അവൻ അതിനതാ ബർക്കത്ത് കൊടുക്കൂല. അങ്ങനെ കള്ള് കച്ചവടം നടത്തി ജീവിക്കുന്ന മോനെ, നിന്റെ നമസ്കാരം അല്ലാഹു സ്വീകരിക്കോടോ? നിന്റെ മക്കളാ ആ പൈസ കൊണ്ട് നിന്റെ മക്കളെയും ഭാര്യയെയും പോറ്റിയ ആ മക്കളും ഭാര്യയും അവിടെ നന്നാവോ? ചിന്തിച്ചോ. കള്ള് കച്ചവടം നടത്തുന്ന ആരെങ്കിലും ഉണ്ടോ? ബാങ്ക് കൊടുക്കുമ്പോ പള്ളിയിലേക്ക് പായും, സക്കാത്ത് കൃത്യമായിട്ട് കൊടുക്കും. ഉസ്താദന്മാരെ കൊടുക്കുമ്പോൾ 2000ന്റെ കവറിൽ 500 വെച്ചിട്ട് കൊടുക്കും. അങ്ങനെയൊക്കെ കൊടുക്കും. പള്ളിക്ക് ചോദിക്കുമ്പോ അപ്പോഴേ കൊടുക്കും. എന്താ മോന്റെ ജോലി? എന്താ? ചെറിയതായിട്ട് വാട്ടർ പബ്ലിസിറ്റി ചെറുതായിട്ട് ചെറിയൊരു പാനീയം വിൽക്കൽ. പറ്റൂല മക്കളെ, പറ്റൂല മോനെ. ഗൗരവമാണ്. അതിന് മാത്രം ഉസ്താദിന്റെ മസാല കിട്ടണം. ഉസ്താദ് ഞാൻ കുടിക്കുന്നില്ലല്ലോ, ഞാനതിന് കച്ചവടം നടത്തുന്നു, അതിനിപ്പോ എന്താ പ്രശ്നം? പറ്റൂല. ലിവറേജ് കോർപ്പറേഷനുകളുമായിട്ടൊക്കെ സർക്കാർ ജോലിയാണെങ്കിൽ പോലും അതുപോലെ ബന്ധപ്പെടുന്നവർ, ബാങ്കുമായിട്ട് ബന്ധപ്പെടുന്നവർ, പലിശ എഴുതുന്നവൻ, അതൊക്കെ നമ്മളെ കഴിവിന്റെ പരമാവധി ആ ജോലിയിൽ നിന്ന് വിട്ടുനിന്നോ. ബാക്കി എത്രയോ ജോലികൾ അള്ളാഹു നിനക്ക് ഹലാലാക്കി തന്നിട്ടുണ്ട്. അള്ളാഹു ശക്തമായിട്ട് യുദ്ധം പ്രഖ്യാപിച്ചൊരു സംഗതിയാണ് പലിശ. പലിശ വാങ്ങിക്കുന്നവനെ, അത് കൊടുക്കുന്നവനെ, അത് എഴുതുന്നവനെ, അതിന് സാക്ഷി നിൽക്കുന്നവനെ, അവരോട് അള്ളാഹു യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. പലിശയുമായി ബന്ധപ്പെടുന്നവരോട് അള്ളാഹു യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു. ഈ ഒരു വർത്തമാനം പലിശയുമായിട്ടാണ് അള്ളാഹു ചെയ്തിട്ടുള്ളത്. നഊദു ബില്ലാഹ്, അള്ളാഹു കാക്കട്ടെ. ബാങ്കിന്റെ ജോലികൾ, പലിശയുമായി ബന്ധപ്പെടുന്ന ജോലികൾ, അതിന്റെ ഇൻട്രസ്റ്റ് എഴുതുന്ന ജോലി ഒഴിവാക്കിക്കോ മുസ്ലിമേ. ബർക്കത്തുണ്ടാവും ജീവിതത്തിൽ. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അതുപോലെ തന്നെ കള്ള്, ആ കള്ളുമായി ബന്ധപ്പെട്ട്, കള്ളിനുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ജോലി ചെയ്താൽ, കള്ളിന്റെ കച്ചവടം നടത്തിയാൽ, കുടിക്കണമെന്നില്ല, ചുമക്കണമെന്നില്ല, അതിന്റെ കച്ചവടം നടത്തുകയാണോ? ആ പൈസ ഹലാലും ത്വയ്യിബും അല്ല. അത് കൊടുത്ത് നീ നിന്റെ മക്കളെ പോറ്റിയാ നിന്റെ മക്കള് നന്നാവൂല. നബി മുഹമ്മദ് മുസ്തഫ